അതുകൊണ്ട് പത്രസമ്മേളനം വിളിച്ചൊരു ബഹളം ഉണ്ടാക്കി. എന്നിട്ടും പേര് പറയാൻ ധൈര്യമില്ല. എന്തിനാ ഭയപ്പെടേണ്ട ആവശ്യം എന്താ? ഇതിപ്പോൾ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി. 4 കാലും തുമ്പിക്കൈയും കൊമ്പുമുള്ള ജീവി ഏതാണ്? സിംഹവും കരടിയൊന്നും അല്ലാന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് പത്രസമ്മേളനം നടത്തിയ ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിലേക്ക് BJPയുടെ മാർച്ച്. ജനങ്ങൾ ദയനീയമായി പരാജയപ്പെടുത്തിയ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് മാർച്ച്. ഇതൊക്കെ ഒരു തിരക്കഥയുടെ ഭാഗമാണ്. പൊതുപ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ സംശുദ്ധമായിരിക്കണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പാർട്ടി ഇക്കാര്യം ഗൗരവത്തിൽ ചിന്തിച്ച് നടപടി സ്വീകരിക്കും. ഞങ്ങളുടെ ദേശീയ നേതൃത്വം അക്കാര്യത്തിൽ വേണ്ട ഡയറക്ഷൻ നൽകിയിട്ടുണ്ട്. ബാക്കി വിവരങ്ങൾ KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞതനുസരിച്ച് പാർട്ടി നടപടി സ്വീകരിക്കും. ഉദ്ദേശിച്ച രീതിയിൽ ഞങ്ങൾ പറഞ്ഞ നേതാക്കന്മാർ അതിനോട് മുഖം തിരിഞ്ഞു എന്ന് അവർക്ക് തോന്നിയാണ് അവർ കോടതിയെ സമീപിക്കണം. ഇപ്പൊ കാലത്തറിയും അങ്ങനെയല്ല, അങ്ങനെ ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷെ ചെയ്യേണ്ടത് എങ്ങനെയല്ല, ചെയ്യേണ്ടിയിരുന്നത് നിയമത്തിന്റെ വഴിക്ക് പോണായിരുന്നു. ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടത് പത്രസമ്മേളനത്തിലല്ല, മറിച്ച് നിയമ നടപടികളായിരുന്നു സ്വീകരിക്കേണ്ടത്. എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് പറഞ്ഞു? കാരണം പോലീസ് ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ, സർക്കാരിൻ്റെ കൂടെയാണ്. ഇനി പോലീസിലും വിശ്വാസമില്ലെങ്കിൽ എന്തുകൊണ്ട് കോടതിയെ സമീപിച്ചുകൂടാ? ഇപ്പോഴവർ കോടതിയെ സമീപിക്കാത്തത്, സമീപിച്ചാൽ മുമ്പ് ചില കേസിൽ കോടതി ചോദിച്ച പോലെ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യമുണ്ടാകും. നമസ്കാരം. ആര് തെറ്റ് ചെയ്താലും എത്ര വലിയ ഉന്നതനായാലും അയാൾക്കെതിരെ പാർട്ടി തലത്തിൽ നടപടിയുണ്ടാവും. കോൺഗ്രസ് പാർട്ടിയിൽ, അത് കോൺഗ്രസിലാവട്ടെ യൂത്ത് കോൺഗ്രസിലാവട്ടെ, ആര് തന്നെയായാലും തെറ്റ് ചെയ്താൽ അവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകും. അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഒരാൾക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ സാമൂഹ്യ മാധ്യമത്തിൽ വന്ന് നിന്നുകൊണ്ട് കുറെ മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് അവർക്ക് മുന്നിൽ നിന്ന് പരാതികൾ ഉന്നയിക്കുന്നതല്ല അത്തരം പരാതികളുടെ അടിസ്ഥാനം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോപണങ്ങളല്ല അത്തരം പരാതികൾക്ക് പാത്രീഭവിക്കേണ്ടത് എന്നാണ് കെ മുരളീധരൻ വ്യക്തമാക്കിയത്. കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവും ലീഡർ കരുണാകരന്റെ മകനുമായ കെ മുരളീധരൻ ഇത്തരം ഒരു അഭിപ്രായം പറയുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഒരു ലൈംഗിക ആരോപണ കേസിൽ തന്നെയാണ്. ഇന്നിപ്പോൾ കേരളം ചർച്ച ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക ആരോപണവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീയോട് ഗർഭചിത്രം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ശബ്ദരേഖയും തന്നെയാണ് ഇപ്പോൾ ചൂടേറിയ വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാധ്യമപ്രവർത്തകർ മുരളീധരന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നല്ല, കോൺഗ്രസിന്റെ ഏതൊരു പ്രവർത്തകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വം അതിനെതിരെ കൃത്യമായ നടപടികൾ കൈക്കൊണ്ടിരിക്കും. ആരെയും അത്തരത്തിലുള്ള ആളുകളെ പാർട്ടിയിൽ വെച്ചു പൊറുപ്പിക്കില്ല. എന്നാൽ ഇങ്ങനെയുള്ള പരാതികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി അവർക്ക് മുന്നിൽ നിന്നുകൊണ്ടല്ല പരാതി ഉന്നയിക്കേണ്ടത് എന്ന് നടി റിനയുടെ പരാതിയെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് മുരളീധരൻ പറഞ്ഞത്. ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരളത്തിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് കൂടി കെ മുരളീധരൻ എടുത്തു ചോദിക്കുന്നു. അപ്പോൾ ഇത്തരം പരാതികൾ കൊടുക്കുന്നതിന്റെ, അതും ഇപ്പോൾ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു. തുടർന്ന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. കോൺഗ്രസ് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ തിരിച്ചു വരും എന്ന് ഭയപ്പെടുന്ന പിണറായി വിജയനും കൂട്ടരും അതുപോലെ തന്നെ BJPയുമാണ് ഇത്തരം ചില സംഘടിത നീക്കത്തിന് പുറകിലുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെടുത്തി തനിക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. അഥവാ രാഹുൽ മാങ്കൂട്ടത്തിലോ മറ്റാരെങ്കിലോ കോൺഗ്രസിൽ നിന്നും ഇത്തരം സ്ത്രീകൾക്ക് നേരെ അവഹേളനപരമായ ഇത്തരം പീഡനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. പാർട്ടി ഒരിക്കലും ഇത് വെച്ച് പൊറുപ്പിക്കില്ല എന്നുകൂടി കെ മുരളീധരൻ പറയുന്നുണ്ട്. കെ മുരളീധരൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടത് പത്രസമ്മേളനത്തിലല്ല, മറിച്ച് നിയമ നടപടികളായിരുന്നു സ്വീകരിക്കേണ്ടത്. എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് പറഞ്ഞു? കാരണം പോലീസ് ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ, സർക്കാരിൻ്റെ കൂടെയാണ്. ഇനി പോലീസിലും വിശ്വാസമില്ലെങ്കിൽ എന്തുകൊണ്ട് കോടതിയെ സമീപിച്ചുകൂടാ? ഇപ്പോഴവർ കോടതിയെ സമീപിക്കാത്തത്, സമീപിച്ചാൽ മുമ്പ് ചില കേസിൽ കോടതി ചോദിച്ച പോലെ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യമുണ്ടാകും. അതുകൊണ്ട് പത്രസമ്മേളനം വിളിച്ചൊരു ബഹളം ഉണ്ടാക്കി. എന്നിട്ടും പേര് പറയാൻ ധൈര്യമില്ല. എന്തിനാ ഭയപ്പെടേണ്ട ആവശ്യം എന്താ?
ഇതിപ്പോൾ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, 4 കാലും തുമ്പിക്കൈയും കൊമ്പുമുള്ള ജീവി ഏതാണ്? സിംഹവും കരടിയൊന്നും അല്ലാന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് പത്രസമ്മേളനം നടത്തിയ ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിലേക്ക് BJPയുടെ മാർച്ച്, ജനങ്ങൾ ദയനീയമായി പരാജയപ്പെടുത്തിയ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് മാർച്ച്. ഇതൊക്കെ ഒരു തിരക്കഥയുടെ ഭാഗമാണ്. പക്ഷേ ഞങ്ങൾക്കത് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ പൊതുപ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ സംശുദ്ധമായിരിക്കണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പാർട്ടി ഇക്കാര്യം ഗൗരവത്തിൽ ചിന്തിച്ച് നടപടി സ്വീകരിക്കും. അത് ഞങ്ങളുടെ ദേശീയ നേതൃത്വം അക്കാര്യത്തിൽ വേണ്ട ഡയറക്ഷൻ നൽകിയിട്ടുണ്ട്. ബാക്കി വിവരങ്ങൾ KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞതനുസരിച്ച് പാർട്ടി നടപടി സ്വീകരിക്കും. രാഹുൽ എന്നെ പത്രക്കാരെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും. ഇന്നിപ്പോ പുറത്ത് 2 വിഷയങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന്, രാഹുൽ ഒരു പെൺകുട്ടിയുമായി നടത്തിയിട്ടുള്ള ചാറ്റ്, വളരെ മോശം രീതിയിൽ നടത്തിയിട്ടുള്ള ചാറ്റിന്റെ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ ഗർഭചിത്രം നടത്തണം എന്നാവശ്യപ്പെടുന്ന ഒരു ഓഡിയോ സന്ദേശം. ഇതൊക്കെ ശരിയാണ്? ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ശരിയാണ് എന്നാണോ? എനിക്ക് ഈ ഫീൽഡിൽ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഈ ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ല ഈ സബ്ജക്ട്. അതുകൊണ്ട് അറിയാത്ത സബ്ജക്റ്റ് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ ഒരു വിഷയം ഞാൻ പഠിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു പെൺകുട്ടി പരാതിയുമായി രംഗത്ത് വരുമ്പോൾ അല്ല, അതുകൊണ്ടാണ് ഞങ്ങളിത് ഗൗരവത്തിൽ എടുത്തത്. മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ഇങ്ങനെ അത്ര ഗൗരവത്തിൽ എടുക്കുമോ? കാരണം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പറയും. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. എല്ലാ പൊതുപ്രവർത്തകരും സംശുദ്ധ ജീവിതം പുലർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ടാണ് ഈ പറയുമ്പോൾ ഒരു ടെക്നിക്കൽ വശം ചൂണ്ടിക്കാണിക്കാതെ ഞങ്ങൾ നടപടിയിലേക്ക് നീങ്ങും. അപ്പോൾ അതെല്ലാം ഈ പെൺകുട്ടി പരാതിപ്പെട്ടില്ല എന്ന് പറയാൻ സാധിക്കുമോ? പ്രതിപക്ഷ നേതാവിനോട് ആ രീതിയിൽ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞിരുന്നത്. പക്ഷേ അതിൽ കൃത്യമായ രീതിയിൽ ഒരു നടപടി ഉണ്ടായില്ല. എങ്കിൽ പോലീസിൽ അന്ന് കംപ്ലൈന്റ് ചെയ്യണം, കോടതിയിൽ പറയാം. ഉദ്ദേശിച്ച രീതിയിൽ ഞങ്ങൾ പറഞ്ഞ നേതാക്കന്മാർ അതിനോട് മുഖം തിരിഞ്ഞു എന്ന് അവർക്ക് തോന്നിയാൽ അവർ കോടതിയെ സമീപിക്കണം. ഇപ്പൊ കാലത്തറി ആ പെൺകുട്ടി ജനുവിനല്ല എന്നാണ് താങ്കൾ പറയുന്നത്? അങ്ങനെയല്ല, അങ്ങനെ ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷെ ചെയ്യേണ്ടത് എങ്ങനെയല്ല, ചെയ്യേണ്ടിയിരുന്നത് നിയമത്തിന്റെ വഴിക്ക് പോകണമായിരുന്നു.